2025 ആയില്യം നക്ഷത്രക്കാർക്ക് പൊതുവെ അനുകൂലമായിരിക്കുമെന്നാണ് പ്രതീക്ഷ. എന്നിരുന്നാലും ഫലങ്ങൾ ഓരോ വ്യക്തിയുടെയും ജാതകം, ഗ്രഹസ്ഥിതി, രാശി, ദശാഫലം ഇവയെല്ലാം അനുസരിച്ച് മാറാം. ഇവിടെ ആയില്യം നക്ഷത്രക്കാർക്ക് 2025 പ്രതീക്ഷിക്കാവുന്ന പൊതുവായ കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ജ്യോതിഷത്തിൽ രാശി എന്നത് ജനന സമയത്തെ ചന്ദ്രന്റെ സ്ഥാനത്തിനെ അടിസ്ഥാനമാക്കിയുള്ള 12 രാശികളാണ്. ഇതിനെ ചന്ദ്രരാശി എന്ന് വിളിക്കുന്നു. നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാവുന്ന കാര്യമാണിത്. ഓരോ രാശിക്കും അതിൻ്റെതായ സ്വഭാവ ഗുണങ്ങളും ശുഭവും അശുഭവുമായ ഫലങ്ങളുമുണ്ട്. ഇവിടെ 12 രാശികളുടെ പ്രധാന സവിശേഷതകൾ ചുരുക്കത്തിൽ നോക്കാം. മേടം, ഇതിൻ്റെ ഭരണഗ്രഹം എന്ന് പറയുന്നത് ചൊവ്വയാണ്. ഇവരുടെ സ്വഭാവം നോക്കുകയാണെങ്കിൽ ധീരത, ഊർജ്ജസ്വലത, നേതൃത്വ ഗുണം ഇവയൊക്കെയാണ്. ആയില്യം നക്ഷത്രക്കാർക്ക് 2025 ഫലങ്ങൾ പൊതുവെ അവരുടെ ജാതകത്തെയും ഗ്രഹസ്ഥിതിയെയും ആശ്രയിച്ചിരിക്കും. ജ്യോതിഷശാസ്ത്ര പ്രകാരം ആയില്യം നക്ഷത്രക്കാർക്ക് 2025 ചില പ്രധാന മാറ്റങ്ങളും അവസരങ്ങളും ലഭിക്കാനിടയുണ്ട്. ഇവരുടെ വ്യക്തി ജീവിതത്തിൽ സന്തുഷ്ടിയും ശാന്തിയും ലഭിക്കും. കുടുംബങ്ങൾ ശക്തിപ്പെടുകയും പ്രിയപ്പെട്ടവരുമായുള്ള ബന്ധം മെച്ചപ്പെടുകയും ചെയ്യും. കുടുംബത്തിൽ പ്രധാനപ്പെട്ട സംഭവങ്ങൾ നടക്കാനുള്ള സാധ്യതയുണ്ട്. ഉദാഹരണത്തിന് വിവാഹം, ജനനം അതുപോലുള്ളവ. വിദ്യാഭ്യാസത്തിൽ ശ്രദ്ധയും പ്രയത്നവും കൊണ്ട് ഫലങ്ങൾ ലഭിക്കും. പ്രൊഫഷണൽ ജീവിതത്തിൽ പുതിയ അവസരങ്ങൾ ലഭിക്കാനും പുരോഗതി കൈവരിക്കാനും സാധ്യത കാണുന്നുണ്ട്. ജോലിയിൽ ക്ഷമയും ശ്രദ്ധയും പുലർത്തിയാൽ വിജയം ഉറപ്പാണ്. അതിപ്പോൾ നമ്മൾ ഓരോ നാളുകാർക്കായിരുന്നാലും അത് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. എല്ലാവർക്കും അറിയാം അവരവരുടെ ജോലി ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ആയില്യം നക്ഷത്രക്കാരുടെ ധനകാര്യസ്ഥിതി നമുക്ക് നോക്കിയാൽ ധനകാര്യത്തിൽ സാവധാനത്തിൽ മെച്ചപ്പെട്ടു വരും. നല്ല സമ്പാദന അവസരങ്ങൾ ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. എന്നിരുന്നാലും അധികമായി ഉണ്ടാക്കുന്ന ചിലവ് ഒഴിവാക്കിയാൽ കുറച്ച് പൈസയെങ്കിലും കയ്യിലിരിക്കും. സാമൂഹ്യ ജീവിതം നോക്കുകയാണെങ്കിൽ പുതിയ ബന്ധങ്ങൾ ഉണ്ടാകാനും സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ പ്രാധാന്യം നേടാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. സുഹൃത്തുക്കളുമായുള്ള ബന്ധങ്ങൾ ശക്തിപ്പെടുകയും പുതിയ ആളുകളെ കണ്ടെത്താനുമുള്ള അവസരങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്യും. അതിലേക്കാൾ മാനസിക ആരോഗ്യം ശ്രദ്ധിക്കേണ്ടതാണ്. നല്ല ശ്രദ്ധ പുലർത്തേണ്ട ഒരു പ്രധാന കാര്യമാണ്. ധ്യാനം, യോഗ അതുപോലുള്ള ആത്മവികസന പ്രവർത്തനങ്ങൾ നടത്തി മാനസിക ശാന്തി കണ്ടെത്താനുള്ള അവസരങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. മനസ്സിൻ്റെ ബലമാണ് ഏറ്റവും വലുത്. ചിലപ്പോൾ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവപ്പെടാം, പ്രത്യേകിച്ച് ജോലിയിലോ ധനകാര്യത്തിലോ ഒക്കെ. ക്ഷമയോടും യുക്തിപരവുമായ തീരുമാനങ്ങളിലൂടെ ഇവയൊക്കെ കൈകാര്യം ചെയ്യണം. പ്രത്യേകിച്ച് ഇവരോട് പറയാനുള്ളത് പ്രതികൂല സാഹചര്യങ്ങളിൽ ക്ഷമ പുലർത്തുക, പുതിയ അവസരങ്ങൾക്കായി തയ്യാറായിട്ടിരിക്കുക. എപ്പോഴും ആരോഗ്യത്തിനും മാനസിക ശാന്തി കിട്ടാനും ഒക്കെ നല്ല ശ്രദ്ധ പുലർത്തണം. ഈ ഫലങ്ങളൊക്കെ പൊതുവായി പറഞ്ഞതാണ്. കൃത്യമായ ഫലങ്ങൾ അറിയണമെങ്കിൽ അടുത്തുള്ളൊരു ജ്യോതിഷിയുമായി നേരിട്ട് കാണേണ്ടതാണ്. ആയില്യക്കാർക്ക് പഠിച്ച വിഷയത്തിൽ അനുബന്ധമായ ഉദ്യോഗം ലഭിക്കും. പിന്നെ ആഗ്രഹിച്ച സ്ഥാനമാനങ്ങളും മുടങ്ങിക്കിടപ്പുള്ള ആനുകൂല്യങ്ങളും മുൻകാല പ്രാബല്യത്തോടു കൂടി അനുഭവത്തിൽ വന്നു ചേരും. വിദേശത്ത് വസിക്കുന്നവർക്ക് തൊഴിൽപരമായ അനിശ്ചിതാവസ്ഥ ഒഴിഞ്ഞു മാറി ഗൃഹം വാങ്ങി താമസിക്കുവാൻ, അതായത് സ്വദേശത്ത് ഗൃഹം വാങ്ങി താമസിക്കാനുള്ള അവസരമൊക്കെ വന്നു ചേരും. ജോലിയുടെ ഭാഗമായി 2 സ്ഥലത്തൊക്കെ ജീവിക്കുന്ന ദമ്പതികൾക്ക് ഒരുമിച്ച് ഒരേ സ്ഥലത്ത് താമസിക്കാനുള്ള അവസരമുണ്ട്. പുതിയ വാഹനം മാറ്റി വാങ്ങാനുള്ള അവസരമൊക്കെ കാണുന്നുണ്ട്. പിന്നെ ആയില്യക്കാർക്ക് ദീർഘകാല നിക്ഷേപം എന്ന നിലയിൽ ഭൂമിയൊക്കെ വാങ്ങാനുള്ള ഒരു ആലോചനയൊക്കെ കാണുന്നുണ്ട്. ബന്ധുക്കൾക്കൊക്കെ കാശ് കൊടുക്കാൻ, അതായത് സാമ്പത്തിക സഹായം ചെയ്യാനുള്ള സാഹചര്യവും കാണുന്നുണ്ട്. ഈ ആയില്യക്കാരുടെ പ്രത്യേകത കുടുംബങ്ങളുടെ ആവശ്യങ്ങളൊക്കെ നിർവഹിക്കുന്നതിൽ ഇവർക്ക് കൃതാർത്ഥതയുണ്ടാകും. ഇപ്പോൾ വിദേശത്തുള്ളവരുടെ കാര്യം നോക്കുകയാണെങ്കിൽ അവർക്ക് ജന്മനാട്ടിലെ ആരാധനാലയത്തിലെ ഉത്സവ പരിപാടികളിലൊക്കെ പങ്കെടുക്കാനായിട്ടുള്ള അവസരങ്ങളൊക്കെ കാണുന്നുണ്ട്. അർഹമായ പൂർവിക സ്വത്ത് രേഖാബലമായി ലഭിക്കും. ശുഭാപ്തി വിശ്വാസമൊക്കെ വേണം. കാര്യനിർവഹണ ശക്തി കൂട്ടണം. ആയില്യക്കാർ കലാകായിക രംഗങ്ങളിലും സാഹിത്യരചനകളിലും ഭാവനയ്ക്കനുസൃതമായി അവതരിപ്പിക്കാനുള്ള കഴിവുള്ള ആൾക്കാരാണ്. കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ഉത്സാഹത്തോടുകൂടി പ്രവർത്തിക്കുമെങ്കിൽ അതിൽ ഫലം കാണാൻ സാധ്യതയുണ്ട്. ഏറ്റെടുത്ത ദൗത്യം നിശ്ചിത സമയപരിധിക്കുള്ളിൽ തന്നെ പൂർത്തിയാക്കാനുള്ള സാഹചര്യമാണ് കാണുന്നത്. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് അവരുദ്ദേശിച്ച സ്ഥാപനത്തിൽ തന്നെ ചേരാനായിട്ടുള്ള അവസരം ലഭിക്കും. അമ്പലങ്ങളിൽ നേരാനുള്ള വഴിപാടുകളൊക്കെ കൃത്യമായി തന്നെ ചെയ്യുക. കൈവിട്ടു പോകുമെന്ന് കരുതിയ വസ്തുക്കളൊക്കെ തിരിച്ചു കിട്ടാൻ സാധ്യത കാണിക്കുന്നു. വർഷങ്ങളായി കുട്ടികളില്ലാത്ത ആൾക്കാർക്ക് സന്താന ഭാഗ്യത്തിനുള്ളൊരു ഭാഗ്യം കാണുന്നുണ്ട്. പ്രായോഗിക വശം ചിന്തിച്ച് പ്രവർത്തിക്കുന്നാൽ പ്രതികൂല സാഹചര്യങ്ങളെയൊക്കെ അതിജീവിക്കാനുള്ള മാനസികാവസ്ഥയൊക്കെ വന്നു ചേരും. അനൗദ്യോഗികമായി കുറച്ച് കാശൊക്കെ വന്നു ചേരുമെങ്കിലും ചെലവിനങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണം. അശ്രദ്ധ കൊണ്ട് അബദ്ധം വന്നു ചേരുമെങ്കിലും അന്യരെ കുറ്റം പറയുന്ന കാര്യങ്ങളൊക്കെ ഒഴിവാക്കണം. ആശയങ്ങളൊക്കെ വ്യത്യസ്തമായതിനാൽ
സംയുക്ത സംരംഭങ്ങളിൽ നിന്നൊക്കെ പിന്മാറും. പൊതുവെ സുഖദുഃഖ സമ്മിശ്രമായ ഫലങ്ങളാണ് ഈ വർഷം അനുഭവപ്പെടുക. പരീക്ഷകളിൽ അറിവുള്ള കാര്യങ്ങളും ചിലത് മറന്നു പോകും. പുതിയ കർമ്മപദ്ധതികളൊക്കെ ഏറ്റെടുക്കേണ്ടി വരുമെങ്കിലും സാമ്പത്തിക ചുമതലയിൽ നിന്ന് പിന്മാറുന്നതായിരിക്കും നല്ലത്. ഉദ്യോഗത്തിൽ വലിയ നേട്ടം കാണുന്നില്ലെങ്കിലും ഉപരിപഠനത്തിന് ശ്രമിക്കുന്നത് നല്ലതായിരിക്കും. വിമർശനങ്ങളെയൊക്കെ അതിജീവിച്ച് വിദേശയാത്രയൊക്കെ പോകേണ്ടി വരും. പ്രണയബന്ധങ്ങളൊക്കെ സഫലമാകാനുള്ള സാഹചര്യം കാണുന്നുണ്ട്. പഴയ സഹപാഠികളെയും ഗതകാല സ്മരണകളൊക്കെ പങ്കുവയ്ക്കാനുള്ള അവസരമൊക്കെ കാണുന്നു. സന്താനങ്ങളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ ആശങ്ക തോന്നുന്ന സമയമാണിത്.